ഇപ്പോൾ എറണാകുളം തേവക്കലിൽ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണിട്ടുണ്ട്. തേവക്കൽ സ്വദേശി ലൈജുവിന്റെ വീടാണ് ഭാഗികമായിട്ട് തകർന്നിട്ടുള്ളത്. അടുക്കളയിലേക്കും കിടപ്പുമുറിയിലേക്കും ഒക്കെ മണ്ണ് വന്നടിഞ്ഞിട്ടുണ്ട്. വീട്ടിലുള്ളവരൊക്കെ രക്ഷപ്പെട്ടത് അത്ഭുതകരമായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് റിയ ബേബിയോട് വിശദാംശങ്ങൾ ചോദിക്കാം. റിയ, എപ്പോഴാണ് ഈ മണ്ണിടിഞ്ഞു വീണത്? ആളുകളൊക്കെ സേഫാണോ? ജയലക്ഷ്മി, ഇന്നലെയാണ് ഇത് സംഭവിച്ചത്. പക്ഷെ നമുക്ക് ഇപ്പോഴും ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ അതിന്റെ ഒരു ഭീകരത വ്യക്തമാകും. കാരണം ഈ വീടിന്റേതാ ഈ കാണുന്നത് അടുക്കളയാണ്. ഈ അടുക്കളയിലേക്കാണ് ഈ മുകളിൽ നിന്നുള്ള അല്പം ഉയർന്ന ഒരു കുന്നു പോലെയുള്ള ഭാഗത്തു നിന്ന് മണ്ണ് ഇടിഞ്ഞ് വലിയ തോതിൽ വന്നടിഞ്ഞ് അതാ ആ ഭാഗത്തെ ഭിത്തിയും തകർന്ന് അടുക്കളയുടെ വാതിലും തകർന്ന് വന്നടിഞ്ഞ് വീണിരിക്കുകയാണ്. അതാണ് ഈ ദൃശ്യങ്ങൾ കാണുന്നത്. അടുക്കളയുടെ സ്ഥിതി ഇതാണ്. ഇനി തൊട്ടപ്പുറത്തുള്ള കിടപ്പുമുറിയുടെ ദൃശ്യങ്ങൾ കൂടി കാണാം. ഇവിടെ ഇന്നലെ ഈ വീട്ടിലുണ്ടായിരുന്ന ഇത് ലൈജുവിന്റെ വീടാണ്. ഇത് തേവക്കൽ എടത്തല പഞ്ചായത്തിലെ 12ാം വാർഡിലെ ലൈജു എന്ന് പറയുന്ന ആളുടെ വീടാണ്. ഇതാ കിടപ്പുമുറിയാണ്. അവിടെ ആളുകൾ ചേട്ടൻ കിടക്കുന്നുണ്ടായിരുന്നു. അവിടേക്കാണ് ആ ഭിത്തി അടക്കം തകർത്ത് മണ്ണ് ഇതാ ഇത്രയും വലിയ തോതിൽ വന്ന് അടിഞ്ഞു വീണിരിക്കുന്നത്. അത്ഭുതകരമായി വീട്ടിലുണ്ടായിരുന്നവർ രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയണം. നമുക്ക് ചേട്ടനോട് തന്നെ ചോദിക്കാം, ഇത് എന്താ സംഭവിച്ചത്? ചേട്ടൻ അവിടെ ഉണ്ടായിരുന്നല്ലേ? ഞാൻ ഉച്ചയ്ക്ക് പണിയുണ്ടായിരുന്നു. പണിഞ്ഞപ്പോ അവിടെ ഞാൻ പണി പോകുന്നു. അപ്പൊ ക്ഷീണം കൊണ്ട് മുണ്ട നനഞ്ഞപ്പോ കളിക്കാൻ നമ്മൾ കടന്നു. ഈ റൂമിലായിരുന്നു. ഈ കട്ടിൽ നേരെ ഇങ്ങോട്ടത് കടന്നപ്പോ തന്നെ എന്തോ ഒച്ച കേട്ടു. ഒച്ച 4 സ്റ്റെപ്പാൻ വെക്കാൻ ഓർമ്മയുണ്ട്. ഇവിടെ എത്തിയോളൂ. ഇവിടെ കിടക്കുന്ന ശബ്ദം കേട്ട് വീടിന്റെ ഈ റൂമിന് പുറത്തേക്ക് പുറത്ത് വരായിരുന്നു. ശബ്ദം എന്ന് പറഞ്ഞാൽ മണ്ണിന്റെ ഒച്ച കേട്ട് ഞാൻ അപ്പുറത്തെ അടുക്കള ആദ്യം ഇടിഞ്ഞത്. ആ മണ്ണ് സൗണ്ട് കേട്ടാണ് ഞാൻ കൂടി ഇറങ്ങിയും മൊത്തം ഇടിഞ്ഞു പോകും. ഇതിനു മുമ്പ് ഈ ഭാഗത്ത് നിന്ന് എവിടെയെങ്കിലും മണ്ണിടിഞ്ഞൊരു സാഹചര്യം ഉണ്ടായിരുന്നു. നമ്മുടെ ബേക്കിൽ ഉണ്ടായിരുന്നു. കിച്ചന്റെ അവിടെ മണ്ണ് ഇടിഞ്ഞിട്ടുണ്ടായിരുന്നു. ചെറിയ തോതിൽ ഇത്രയും പ്രതീക്ഷിക്കുന്നില്ല. അപ്പൊ എന്റെ വിചാരം മണ്ണ് ഇടുക ചിന്തയായിരുന്നു. ഒറ്റടിക്കൊണ്ട് തോന്നാ. ചേട്ടൻ മാത്രമായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നു. അടുക്കളയിലും ഒരു ഭാഗം മൊത്തം തകർന്നിട്ടുണ്ടല്ലേ? എത്ര വർഷമായി ചേട്ടാ ഈ വീട്? 2.5 കൊല്ലായി. അത്രേ ഉള്ളൂ. ഇതിപ്പോ നമുക്ക് നമ്മളെ ഉള്ള സ്വർണ്ണമെല്ലാം വിറ്റ് എന്റെ തറവാട് വിറ്റ് ഒക്കെ മേടിച്ച വീടൊക്കെയാണ്. ഏതായാലും ഇപ്പം ലൈജു ചേട്ടൻ പറഞ്ഞതുപോലെ 2.5 വർഷമായുള്ള ഈ വീട്ടിൽ താമസിക്കുന്നത്. അതിനിടയിലാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. നമുക്ക് അതിന്റെ ഒരു ആഘാതം മനസ്സിലാവുന്നത് ഈ കട്ടില് ഈ കിടപ്പുമുറിയിലായിരുന്നു. അവിടെ ചേട്ടൻ കിടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ശബ്ദം കേട്ട് ഈ ഡോറിന്റെ ഇവിടെ വരെ എത്തിയതുള്ളൂ. അപ്പോഴേക്കും പിറകിലേക്ക് ഈ തോതിൽ ഭിത്തി ഇടിഞ്ഞു വീണ് മണ്ണും വന്ന് അടിഞ്ഞ ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും അത്ഭുതകരമായി അപകടമില്ലാതെ രക്ഷപ്പെട്ടു എന്നത് എടുത്തു പറയണം. അപകടമില്ലാതെ അവർ രക്ഷപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് ഏറെ ആശ്വാസകരമായ കാര്യം. പക്ഷേ ഈ വീടിനുള്ളിലെ മണ്ണ് നീക്കം ചെയ്യുക എന്നുള്ളത് ഏറെ ശ്രമകരമായ ഒരു കാര്യമാണ്. അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ? എന്താണ് അദ്ദേഹം പറയുന്നത്? ഇതില് ഇന്നലെ നമുക്ക് വീട്ടിലെ മഞ്ജു ഗൃഹനാഥയോട് ചോദിച്ചു നോക്കാം. ഇന്നലെ പഞ്ചായത്തിനോ മറ്റോ ആളുകൾ വന്നിരുന്നോ? ജനപ്രതിനിധികൾ അവര് വന്ന് മണ്ണെടുത്ത് മാറ്റാനും ഇത് സഹായിക്കാന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട്. മണ്ണെടുത്ത് മാറ്റാന്നുള്ളതാണ് കൂടുതലും പ്രശ്നം വന്നേക്കുന്നതല്ല. ഇതിന്റെ ഒരു ഭാഗം മൊത്തം വിണ്ട് കയറും, ഭിത്തിയൊക്കെ പോവുകയും ആകെ പോയിരിക്കുന്നത്. പ്രാഥമികമായിട്ട് നാളെ വന്നിട്ട് പറയാന്നാ പറഞ്ഞത്. നാളെ ഇതാക്കുള്ളൂല്ലോ. അപ്പൊ അവിടെ ചെന്നിട്ട് പറയാന്ന് പറഞ്ഞു. ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ഇന്നലെ ഞങ്ങളോട് മാറണം, ഇവിടെ നിന്ന് മാറണമെന്ന് പറഞ്ഞിട്ടുണ്ടായില്ല. അപ്പൊ ചേച്ചിയുടെ വീട് അടുത്ത് തന്നെ ആയതുകൊണ്ട് അങ്ങോട്ട് മാറി. ഞങ്ങൾ താൽക്കാലികമായിട്ട് ബന്ധു വീട്ടിലേക്ക് മാറിയിരിക്കുകയായിരുന്നു. കാണുമ്പോ തന്നെ അറിയാൻ ഒരു സുരക്ഷിതമായി നിൽക്കുക എന്നുള്ളതൊരു ബുദ്ധിമുട്ടാണുള്ളത്. ഞങ്ങൾക്ക് ഇനി ഇത് മാറ്റി മൊത്തം ചെയ്യാണ്ട് ഇങ്ങോട്ട് വരാൻ പറ്റില്ലല്ലോ. ഇപ്പൊ കളക്ട്രേറ്റിലും വില്ലേജിൽ നിന്ന് എന്തെങ്കിലും ഒരു സഹായം എന്തെങ്കിലും ചെയ്താലേ ഞങ്ങൾക്ക് പറ്റുള്ളൂ. 2.5 വർഷമായിട്ടുള്ള വീട് പണിത് കഴിഞ്ഞിട്ടുള്ളൂ. കടങ്ങളും ഇതാക്കി ബുദ്ധിമുട്ടൊക്കെ ആയിട്ടൊക്കെ ഇരിക്കണായിരുന്നു. അതിന്റെ ഇടയിലാണ് ഇങ്ങനെ സംഭവിച്ചത്. ഇതിപ്പോ നേരത്തെ പറഞ്ഞു ചെറിയ തോതിലൊരു മണ്ണി വീഴുന്ന ഒരു സാഹചര്യം മുമ്പ് ഉണ്ടായിട്ടുള്ളൂ അല്ലെ? വശത്ത് ഉണ്ടായുള്ളൂ. ഇപ്പൊ മഴ കൂട്ടി പിടിച്ചതുകൊണ്ട് ആ മണ്ണ് കുതിർന്നിങ്ങനെ ഉണ്ടായത്. ഇതിന്റെ ഈ മോൾ ഭാഗത്തേക്കൊക്കെ വീണിട്ടുണ്ടോ? മരങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? മോൾ ഭാഗത്ത് സ്ഥലം മാത്രമേ ഉള്ളൂ, വീടൊന്നുമില്ല. മരവും ഇതൊക്കെ ആയിട്ടാ നിക്കണത്. എന്തായാലും അങ്ങേയറ്റം ദൗർഭാഗ്യകരമായ സംഭവമാണ്. ചേച്ചി പറഞ്ഞതുപോലെ തന്നെ സുരക്ഷിതമല്ല, അതുകൊണ്ട് മാറണമെന്ന് വില്ലേജിൽ നിന്ന് അറിയിച്ചിരുന്നു. താൽക്കാലികമായി അവരവരുടെ സഹോദരിയുടെ വീട്ടിലേക്ക് മാറുകയാണ് ചെയ്തത്. നമുക്കത് ആ ദൃശ്യങ്ങൾ കാണാം. ഈ അടുക്കളയുടെ അപ്പുറത്ത് എന്തെങ്കിലും സ്ഥലം ഉണ്ടായിരുന്നു? അത് തുറന്നു കിടക്കുന്ന തുറന്നു കിടക്കണാണ്. സ്ഥലം കിടക്കണായിരുന്നു. കുറച്ച് വിട്ടാണ് ഇങ്ങാട് ചേർന്നിങ്ങാട് വന്നത്. ആ സമയത്ത് ചേച്ചി ഉണ്ടായിരുന്നില്ല? ഞാനുണ്ടായിരുന്നില്ല, ചേട്ടൻ മാത്രമേ ഉണ്ടായുള്ളൂ.
ചേട്ടന് ആ സൗണ്ട് കേട്ടപ്പോൾ തന്നെ മാറിയത് കൊണ്ട് രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ആ കട്ടില് കിടന്നിരുന്ന ഭാഗത്തേക്കാണ് മണ്ണ് വീണത്. മതിലിടിഞ്ഞ് ഇങ്ങോട്ട് വീണത്. എന്തെങ്കിലും കളക്ട്രേറ്റിലോ വില്ലേജിലോ എന്തെങ്കിലും ചെയ്താലേ എന്തെങ്കിലും ശരിയാക്കാൻ പറ്റുള്ളൂ. മൊത്തം മണ്ണ് മാറ്റണമല്ലോ ഞങ്ങൾക്ക്, അല്ലാണ്ട് താമസിക്കാനും പറ്റൂല. ഒരു മോളും ഉണ്ട്. അപ്പൊ എന്തായാലും ഇവരെ താൽക്കാലികമായിട്ട് ഇവരോട് മാറാനാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. മണ്ണടക്കം മാറ്റുന്നതിനുള്ള നടപടികൾ നാളെ ആരംഭിക്കുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. തേവയ്ക്കലാണ് എറണാകുളം. അതിൽ തന്നെ ഇത് മണ്ണിടിച്ചിൽ സാധ്യതയുള്ള ഒരു പ്രദേശമാണോ? ഇതൊരു മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശമല്ല. പക്ഷേ ഈ വീടിന്റെ പിറകിനോട് ചേർന്ന് അല്പം ഉയർന്ന ഒരു ഭാഗമുണ്ട്. അവിടെയാണ് ഇത്രയും അധികം മണ്ണ്, ഈ വെള്ളം ഈർപ്പം അടക്കം തങ്ങി നിന്ന് മണ്ണടക്കം ഇടിഞ്ഞു വീണത്. നേരത്തെ ഇവർ പറഞ്ഞതുപോലെ ഇതിന് മുമ്പ് മഴ പെയ്തപ്പോഴൊക്കെ ഈ ചെറുതായി തിണ്ടിടിയുന്നത് പോലെ മണ്ണിടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പക്ഷെ ഒരു അപകട സാഹചര്യമോ അല്ലെങ്കിൽ അധികൃതർ മാറി താമസിക്കണമെന്നോ പറഞ്ഞിട്ടുള്ള ഒരു മേഖലയല്ല. സാധാരണ പോലെ നമുക്ക് കനത്ത മഴ പെയ്യുമ്പോൾ ഈ തിണ്ടൊക്കെ ഇടിഞ്ഞു വീഴുന്നത് പോലെ മാത്രം മണ്ണിടിഞ്ഞ് വീഴുന്ന ഒരു സ്ഥലമാണ്. പക്ഷെ ഇത് തീർത്തും അപ്രതീക്ഷിതമാണ് എന്നതാണ് വീട്ടിലുണ്ടായിരുന്നവർ പറയുന്നത്. 2.5 വർഷം മുമ്പ് മാത്രം പണിതൊരു വീടാണ്. അതിന്റെ ഒരു കിടപ്പുമുറിയാണ് നമ്മൾ ഈ കാണുന്നത്. ഒരു ഭിത്തി ഒന്നാകെ തകർത്ത്, ജനലടക്കം തകർത്ത്, മണ്ണ് പൂർണ്ണമായും വന്ന് വീടിന്റെ മുറിയുടെ അകത്തേക്ക് വന്ന് പതിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ്. നമുക്ക് അതിന്റെ പുറത്തെ ദൃശ്യങ്ങൾ ഒരു പക്ഷേ കുറച്ചുകൂടി കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. ഈ വീടിനകത്ത് കിടപ്പുമുറിയും അതോടൊപ്പം തന്നെ അടുക്കളയിലെയും ഭിത്തികൾ തകർന്ന് മണ്ണ് വന്ന് അടിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. വീടിന്റെ പുറത്ത് അല്പം ഉയർന്ന ഒരു പ്രദേശമുണ്ട്. അവിടെ നിന്നാണ് ഈ മണ്ണ് വന്നിടിഞ്ഞത്. ആ ദൃശ്യങ്ങൾ കൂടി കാണുമ്പോൾ മനസ്സിലാകും. പക്ഷെ ഒരു മുന്നറിയിപ്പോ അല്ലെങ്കിൽ മാറി താമസിക്കണമെന്ന നിർദ്ദേശമൊന്നും കൊടുത്തിരിക്കുന്ന ഒരു സ്ഥലമല്ല. അവർ 2.5 വർഷം മുമ്പ് മാത്രം വീട് പണിതാണല്ലോ. അതാ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഈ ഉയരത്തിൽ നിന്നുള്ള മണ്ണാണ് വലിയ തോതിൽ വന്നിടിഞ്ഞ് സാധാരണ അവർ നടക്കുകയും ഒക്കെ ചെയ്യുന്ന അവരുടെ വീടിന്റെ പിറകുവശത്തേക്ക് വന്ന് വീണത്. അങ്ങനെ ഭിത്തി കൂടി തകർന്ന് അടുക്കളയും കിടപ്പുമുറിയിലേക്കും അത് വന്ന് പതിക്കുന്ന ഒരു സാഹചര്യമാണ്. എന്തായാലും അധികൃതർ ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയത് മാറി താമസിക്കണം. കാരണം ഇവിടെ ഒരു സുരക്ഷ സംബന്ധിച്ച ആശങ്കയുണ്ട്. താൽക്കാലികമായി മാറി താമസിക്കുക. മണ്ണടക്കം മാറ്റുന്ന ജോലികൾ നാളെ ആരംഭിക്കുമെന്നതാണ് പഞ്ചായത്തു നിന്നും വില്ലേജിൽ നിന്നും ഒക്കെ ഇവരെ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും അങ്ങേയറ്റം ദൗർഭാഗ്യകരമായ സംഭവമാണ്. 2 ദിവസം എറണാകുളം ജില്ലയിൽ കനത്ത മഴ പെയ്തിരുന്നു. ആ കനത്ത മഴയിൽ 19ഓളം വീടുകൾക്ക് എറണാകുളം ജില്ലയിൽ ഭാഗികമായും മറ്റുമൊക്കെ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് ഈ തേവയ്ക്കലിൽ എടത്തല പഞ്ചായത്തിലെ 12ാം വാർഡിലെ ലൈജുവിന്റെയും മഞ്ജുവിന്റെയും വീട്. എന്തായാലും ആളുകൾക്ക് അപായം സംഭവിച്ചിട്ടില്ല എന്നത് മാത്രമാണ് ആശ്വാസകരം. നമുക്ക് കാണുമ്പോൾ അറിയാം, ചെറിയ മരങ്ങളടക്കം സഹിതം മണ്ണും ചെറിയ കല്ലുകളും വന്ന് വീടിന്റെ അകത്തേക്ക് അടിയുകയായിരുന്നു. ആഘാതത്തിൽ ഭിത്തിയടക്കം തകർന്ന് കിടപ്പുമുറിയിലേക്ക് മണ്ണ് വന്ന് അടിയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇന്നലെ വൈകുന്നേരത്തോടു കൂടി സംഭവിച്ചതാണ്.